മയക്കുമരുന്നാണോ? കഞ്ചാവ് മയക്കുമരുന്ന് സർക്കാർ പെടുത്തിയതാ. അത് പൊതുവെ ഒരു പ്രകൃതിയുടെ ഇത് നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല. കാരണം ഇതിനെ പറയത്തില്ല. കഞ്ചാവിന്റെ ഇഞ്ച വന്നതല്ല വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. നിരവധി കേസുകൾ പ്രതിയാണ്. മോഷണ കേസുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസുണ്ട്. കാപ്പായിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട് കടത്തിയിരുന്നു. അത് വയലേറ്റ് ചെയ്തതിന് പിന്നെ 1 വർഷം ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതിനൊക്കെ കാശ് വേണം. അതൊക്കെ വലിയ കാശ്. ഞാൻ പറഞ്ഞ അങ്ങനെ കാശ് 2000 രൂപയില്ലേ? ഈ 2000 രൂപയുടെ ഡബിൾ വേണം MDMA മേടിക്കാൻ. ഞാൻ പറഞ്ഞു ഈ 2000 രൂപ നീ ഇത് വിറ്റിട്ട് കിട്ടിയ കാശല്ല. പക്ഷേ ഈ 2000 ഡബിൾ വേണം MDMA മേടിക്കാൻ. കഞ്ചാവ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. കഞ്ചാവുമായി പിടികൂടിയ ഒരു പ്രതി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. കോട്ടയം പള്ളിക്കത്തോട് CI KP ടോംസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയത്. പള്ളിക്കത്തോട് മുക്കാലി സ്വദേശിയായ ഷെബിൻ ദേവസ്യ എന്ന 35 വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത്. അട്ടപ്പാടിയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് പള്ളിക്കത്തോട് ചില്ലറ വിൽപ്പന നടത്തിയിരുന്ന പ്രതിയാണ് അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളുടെ നീക്കങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പള്ളിക്കത്തോട് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. പിടിയിലായതോടെ പിന്നീട് ലഹരിയെക്കുറിച്ച് പോലീസിന് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഇയാൾ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ കഞ്ചാവ് മയക്കുമരുന്നല്ലെന്നും സർക്കാരാണ് കഞ്ചാവിനെ മയക്കുമരുന്ന് ഗണത്തിൽപ്പെടുത്തിയതെന്നുമാണ് ഷെബിന്റെ വാദം. പൊതുവെ പ്രകൃതിയുടെ ഒരു ഇത് നോക്കിയാൽ കഞ്ചാവ് മയക്കുമരുന്നല്ല എന്ന ഇയാൾ പോലീസിനോട് തർക്കിക്കുകയാണ്. ഹാഷിഷ് ഓയിൽ ബ്ലഡ് ക്യാൻസറിനുള്ള മരുന്നാണെന്നും ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്നുമൊക്കെയാണ് ലഹരിക്കടിമയായ പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇയാൾ കഞ്ചാവ് എത്തിച്ചത് എവിടെ നിന്നാണ് എന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും പള്ളിക്കത്തോട് SHO KP ടോംസൺ പറഞ്ഞു. ഞാൻ പള്ളിക്കത്തോട് CI ആണെന്ന് അറിയാം. ഇത് കഞ്ചാവാണെന്നും ഇത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട സർക്കാർ നിരോധിച്ചിരിക്കുകയാണെന്നും അറിയാമോ? അതും അറിയാം. അത് എന്ന് നിരോധിച്ച്, ആര് നിരോധിച്ച്, കേരളത്തിലെപ്പം നിരോധിച്ചെന്ന് എല്ലാം അറിയാം. അതിനെപ്പറ്റി അറിയാം. ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാമോ? അതല്ല, അതിനെ ഒരു കൂട്ടം ആൾക്കാർ എന്നെ സാറിന് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരെ കഞ്ചാവ് അടിക്കുന്നുള്ളൂ. പക്ഷേ ഈ 1900 പേരും മദ്യം അടിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ. പക്ഷെ പിടിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ്. ഞാൻ ചോദിക്കട്ടെ, MDMA ഉണ്ട്, പ്രൊതലീനുണ്ട്, മോർഫിനുണ്ട്, അതുപോലെ തന്നെ LSD ഉണ്ട്. അതിനൊക്കെ കാശ് വേണം. അതൊക്കെ വലിയ കാശ്. ഞാൻ പറഞ്ഞ അങ്ങനെ കാശ് 2000 രൂപയില്ലേ? ഈ 2000 രൂപയുടെ ഡബിൾ വേണം MDMA മേടിക്കാൻ. ഞാൻ പറഞ്ഞു ഈ 2000 രൂപ നീ ഇത് വിറ്റിട്ട് കിട്ടിയ കാശല്ല. പക്ഷേ ഈ 2000 ഡബിൾ വേണം MDMA മേടിക്കാൻ. അപ്പൊ ആരും പോവും. ഞാൻ പോകത്തില്ല ഒരിക്കലും. എനിക്കത് എത്ര ഭംഗിയുണ്ടല്ലോ ഞാൻ MDMA കാശ്. അപ്പൊ നീ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റല്ല എന്നാണ്? മയക്കുമരുന്ന് എല്ലാം തെറ്റാണ്. ആശുപത്രി. പക്ഷേ ഇത് മയക്കുമരുന്നാണോ? അല്ല, ഇത് മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ സർക്കാർ 85 പെടുത്തിയത് വെറും 29 വർഷമായിരുന്നു. ഇത് മയക്കുമരുന്നല്ല, കഞ്ചാവ് മയക്കുമരുന്നല്ല. 39 വർഷമായിരുന്നു. കഞ്ചാവ് മയക്കുമരുന്നല്ല. മയക്കുമരുന്ന് സർക്കാർ പെടുത്തിയതാ. അത് പൊതുവെ ഒരു പ്രകൃതിയുടെ ഇത് നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല. കാരണം ഇതിനെ പറയത്തില്ല. കാരണം ഞാൻ നിന്റെ പേര് കേസെടുക്കുവാണ്. അതെടുത്തു. അതുപോലെ തന്നെ എന്റെ SIമാരുണ്ട്, കേസെടുക്കുവാണ്. ഇത് മയക്കുമരുന്നായിട്ടാണ് സർക്കാരും എല്ലാം കണക്ക് കൂട്ടുന്നത്. നീ ഇത് വിറ്റിട്ട് കിട്ടിയിരിക്കുന്ന പൈസയാണ്, നിന്റെ മൊബൈൽ ഫോണാണ്, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊതിയാണ്. അതുപോലെ തന്നെ നിന്നെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് കേസെടുക്കുക. ഓക്കെ, അതങ്ങനെയാണല്ലോ. അത് ഓരോരുത്തരും ജോലിയുടെ. ശരിക്കും പ്രതിക്ക് നമുക്കിവിടെ റൗഡി ഹിസ്റ്ററി ഷീറ്റുണ്ട്. റൗഡി ഹിസ്റ്ററി ഷീറ്റിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, അതായത് മുൻപുള്ള ഈ പറയുന്ന NDPS ആക്ട് പ്രകാരമുള്ള കേസിലെ പ്രതികളെ നമ്മൾ ട്രേസ് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും അവരുടെ പഴയ കോണ്ടാക്റ്റ്, അവരാർക്കൊക്കെ കഞ്ചാവ് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഈ ഡീഹണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഡ്രഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കഞ്ചാവ് പോലുള്ള സബ്സ്റ്റൻസുകൾ വിൽക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പ്രതിയുടെ നമ്പർ നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിയുടെ ലൊക്കേഷൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വാച്ച് ചെയ്ത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് കഞ്ചാവ് കേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഈ കുറ്റകൃത്യങ്ങൾ വളരെ ഹാർഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാതെയും കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ന്യായീകരിക്കുന്ന രീതിയിലുള്ള കുറ്റവാളികൾ വളരെയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഇയാളെന്ന് വേണം കരുതാനായിട്ട്. കാഠിന്യം അറിയാം. അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ബുദ്ധിപരമായിട്ട് അയാൾ സംസാരിച്ചത് കേൾക്കുക. അയാൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 കിലോ എന്ന് പറയുന്ന രീതി ഞാൻ കൊണ്ടുവരത്തില്ല. ഇതിൻ്റെ അകത്ത് ശരിക്കും സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ ആ ലോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതി ഈ പറയുന്ന രീതിയിൽ മീഡിയം ക്വാണ്ടിറ്റിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ കുറച്ച് കഞ്ചാവായിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. അത് ശരിക്കും പ്രതിയുടെ വേർഷനല്ലേ. പ്രതിയുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സമൂഹത്തിൽ ആളുകൾ മുഴുവൻ നല്ല നോളജുള്ള ഈ സൊസൈറ്റിയിൽ പ്രതി എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്കറിയാം ഇത് കുഴപ്പമാണ്, ഇത് മനുഷ്യനെ സ്ഥായിയായിട്ട് കുഴപ്പത്തിലാക്കും, അവൻ്റെ മാനസിക നില തെറ്റിക്കും എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. അതെ, നിരവധി കേസുകൾ പ്രതിയാണ്. മോഷണ കേസുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസുണ്ട്. ഇങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയാണ്. കാപ്പായിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട് കടത്തിയിരുന്നു. അത് വയലേറ്റ് ചെയ്തതിന് പിന്നെ 1 വർഷം ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കഞ്ചാവ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൻ്റെ സോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ബൈബിളിലും ഖുറാനിലും സർക്കാർ മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ശബരിമല അയ്യപ്പനുണ്ട്. മറ്റു കാര്യങ്ങൾ ഹാഷ്വയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണ്ടി അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം ഒന്നുമില്ല. സാറിന് സംശയം ഉണ്ട് ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ എന്ന ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ല വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണ് സൈലന്റാന്ന് പറയത്തില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ. ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിലേ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ മദ്യം നേരെ പിടിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. ഏതാ തെറ്റ്?